കുഴപ്പമില്ല, ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് വിടാവേ. കളിച്ചിരികൾക്കും കുസൃതികൾക്കും നടുവിലൊരച്ഛൻ. 10 മക്കളാൽ ചുറ്റും സ്നേഹം നിറയ്ക്കുന്ന മനോഹര കാഴ്ച. 4 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ +2 കാരി വരെ. ഇവളാണ് ഏറ്റവും ഇളയാള്, അന്ന റോസ്ലിയ. 4 മാസമാണ് പ്രായം വരുന്നത്. പിന്നെ അതിന് തൊട്ട് മുൻപിലത്തെ ഇവർ 2 പേര് ടിൻസാണ്, ജിയോവാന മരിയ. ഏറ്റവും ആള് കിടക്കുന്ന ആള് ജിയന്ന ജോസ്പിന. അതിന് തൊട്ട് ബേക്കിൽ വരുന്നതാണ് കാതറിൻ ജോക്കിമ. അടുത്ത ആള് ലെവിൻ സാന്റണി. പിന്നെ അതിന് തൊട്ട് മുൻപിലുള്ള ആള് ലിയോ ടോം സെബാസ്റ്റ്യൻ. തൊട്ട് മുന്നിലുള്ള ആളാണ് അസിൻ തെരേസ്. അതിന് തൊട്ട് മുന്നിലുള്ള ആളാണ് ആൻ ക്ലെറിൻ. അതിന് തൊട്ട് മുന്നിലുള്ള ആളാണ് ആഗ്നസ് മരിയ. ഏറ്റവും മൂത്തയാളാണ് ആൽഫിയ എലിസബത്ത്, റെഡിറ്റ് ആള്. അതിന്റെ മൂത്തയാളാണ് രമ്യ ജോസഫ്, അതായത് എന്റെ ഭാര്യ. അച്ഛനും അമ്മയും 10 മക്കളുമുള്ള ഒരു വീട് ഇക്കാലത്തൊരു അപൂർവ കാഴ്ചയാണ്. 10 മക്കളും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. കാരണം വെച്ചാൽ പരസ്പരം ഇവര് ചെറിയ ചെറിയ കുറുമ്പ് കാണിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് പുറത്തോട്ടിറങ്ങുമ്പോഴും ഇവരുടെ കെയറിങ്ങും ഓരോ പിള്ളേരെ നോക്കുന്നതും മൂത്തവരാണ് മെയിനായിട്ട്. ഈ ഇളയവരെ നോക്കുന്നതെല്ലാം മൂത്തവരാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കുഞ്ഞിന് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മാത്രമേ ശരിക്കും പറഞ്ഞാൽ വൈഫിന് നോക്കേണ്ട ആവശ്യമുള്ളൂ. 10 മക്കളെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതിന് പക്ഷേ അച്ഛനോളം അല്ലെങ്കിൽ അമ്മയ്ക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ അമ്മയോടും കൂടി ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് ചേട്ടൻ? അച്ഛൻ എന്ന നിലയിൽ വളരെ ഫ്രീ ആണ് ആള്. പക്ഷെ അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരുമോ? ആവശ്യമുള്ളതാണ് വാങ്ങിച്ചത്. ചീത്ത സാധനമാണെങ്കിൽ പപ്പ വാങ്ങി തരൂല. നൈറ്റില് നമ്മള് ഡ്രൈവിന് പോകും, കറങ്ങാൻ കൊണ്ടുപോകും. പപ്പ ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. എല്ലാ ദിവസം പപ്പ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടും. മാർക്ക് പറഞ്ഞ അത്ര തല്ലൊന്നുമില്ല, കഷ്ടപ്പെട്ട് പറിക്കുന്നതിന്. പപ്പ സൂപ്പറാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലുമുണ്ട് ഒരു സന്തോഷ് ടച്ച്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തേക്കുന്നത് മൂത്തവളെയാണ്. കാരണം മൂത്തവളെ നല്ലവണ്ണം നോക്കിയാൽ, അല്ല നല്ലവണ്ണം അവൾ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരെ കണ്ടുകൊണ്ട് പഠിച്ചോളും എന്നുള്ളൊരു തിയറി ഞങ്ങൾക്ക് എപ്പോഴും അറിയാം. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് മൂത്തവളെയാണ്. മൂത്തവള് നല്ല മാർക്ക് മേടിച്ചാൽ ബാക്കിയുള്ളവർക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. പാട്ടും ഡാൻസും കളികളുമായി ആഘോഷം നിറയുന്നൊരു വീട്. ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.